ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിഞ്ഞ ഗൗതം നിധിയും കൂടി വസുന്ധരയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നിങ്ങളാണല്ലേ സോമശേഖരൻ്റെ സ്ഥലം വാങ്ങുന്നത്, നിങ്ങളും സിയും കൂടി ആണല്ലേ എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര ചിരിച്ചുകൊണ്ട് പറയാൻ, അതെ, ഞാൻ തന്നെയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഗൗതം, നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പോലെ ഇനി അനുസരിക്കണം. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് ദേഷ്യമുള്ളത് ഈ നിൽക്കുന്ന നിധിയോടാണ്. അവൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നെക്കൊണ്ട് ആ സ്ഥലം, സോമശേഖരൻ്റെ ആ സ്ഥലം വാങ്ങി അവളുടെ ആഗ്രഹപ്രകാരം അവിടെ അനാഥാലയം ഉണ്ടാക്കണമെന്ന് പറയുന്നത്? ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധന തുകയൊന്നുമല്ലല്ലോ. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവൾ അത് വാങ്ങിക്കണം? നീ അത് വാങ്ങിച്ചു കൊടുക്കാനും നിൽക്കുന്നത്? ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളാണ്. നിന്നെ ഈ നിലയിൽ എത്തിച്ചതും ഞാൻ തന്നെയാണോ? പിന്നെ ഇവളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ച് വസുന്ധര ഗൗതമിൻ്റെയും നിധിയുടെയും ഉത്തരമിട്ടിക്കുകയാണ്. ഗൗതം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. നീ ജയിച്ചു കാണണം. നീ എവിടെയും തോൽക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാനും ഞാൻ തയ്യാറുമാണ്. പക്ഷേ ഈ നിധിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യൂ. അതുപോലെ നീ ചെയ്താൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നതാണ് ഗൗതം നിനക്കും നല്ലത്. ഇവളെ ഞാൻ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കും. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിൽക്കുകയാണെങ്കിൽ നിനക്കും എന്നോടൊപ്പം ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, നിങ്ങൾ അമ്മയാണോ? നിങ്ങൾ എപ്പോഴും പറയുമല്ലോ എൻ്റെ മോനാണ് ഗൗതം എന്നൊക്കെ ഓരോ സെക്കൻഡിലും പറഞ്ഞു നടക്കാറുണ്ടല്ലോ. ഇതാണോ ഒരു അമ്മ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ വസുന്ധര പറയണേ, നീ എന്നോട് അമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട്, പക്ഷേ നീ എന്നോട് ചെയ്തത് ഇതാണോ? മദേഴ്സ് ഡേയുടെ അന്ന് എനിക്ക് നീ എന്തെങ്കിലും ഒരു സമ്മാനം നീ എനിക്ക് തന്നോ? നീ അന്ന് എന്നോട് ചെയ്തത് എന്താണ്? എൻ്റെ മനസ്സ് എത്രമാത്രം അധികം വേദനിച്ചിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ നിനക്ക് ഒരിക്കലും സോമശേഖരൻ്റെ ആ സ്ഥലം വാങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിധി പറയണ, അതിന് വസുന്ധര മേഡം ആ സ്ഥലം ഗൗതമിന് തന്നെ വിട്ടുതരും. അതിനുള്ള വഴിയൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ വസുന്ധരയ്ക്ക് കാര്യം മനസ്സിലാവണം. നിധിയുടെ കയ്യിലുള്ള ആ വീഡിയോ കാണിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ വസുന്ധര പറയണേ, നീ എന്ത് തന്നെ തെളിവ് എന്നോ കാണിച്ചിട്ടും കാര്യമില്ല. ഇതിൽ ഞാൻ നിന്നെ വിട്ടുതരില്ല. ഇക്കാര്യത്തിൽ ഞാൻ നിനക്ക് വിട്ടുവീഴ്ച തരില്ല. നീ എന്ത് തന്നെ വീഡിയോ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇതിലിപ്പോൾ ചതിയും വഞ്ചനയും ഒന്നുമല്ല, നേരിട്ടുള്ള പോരാട്ടമാണ്. ഞാൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ ആ സോമശേഖരൻ്റെ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരില്ല. ഞാനത് സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാണ്. അപ്പോൾ ഗൗതം വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല, എന്ത് തന്നെ വന്നാലും ശരി, 7-ാം തീയതി രജിസ്ട്രേഷൻ നടക്കുന്നത് അത് എനിക്ക് തന്നെയായിരിക്കും. സോമശേഖരൻ്റെ സ്ഥലം ഞാനാവും വാങ്ങുക എന്ന് പറഞ്ഞു ഗൗതമും തിരിച്ചു വസുന്ധരയെ വെല്ലുവിളിക്കാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം പാർവതിക്ക് ചായയുമായിട്ട് നിധി വരികയാണ്. അപ്പോൾ എന്താ ഗൗതം എണീറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ ഗൗതമിന് നല്ല ടെൻഷൻ തന്നെയായിരുന്നു. ആ സ്ഥലം, സോമശേഖരൻ്റെ സ്ഥലം, ഇങ്ങനെ ഒരു ചതിയിലൂടെയാണ് വസുന്ധര മേഡം സ്വന്തമാക്കുന്നത് അറിഞ്ഞ് നല്ല വിഷമത്തിലാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ പാർവതിയോട് പറയട്ടെ. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ നിധി പോയിട്ട് ഡോറ് തുറന്ന് നോക്കാണ്ടോ. അതോടുകൂടി നിധി അങ്ങ് ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ അത് ശിവാനിയാണ്. ശിവാനി അങ്ങനെ, നീ എന്താടി ഇവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാൻ നിൻ്റെ അനുവാദം വേണോ? എന്തായാലും വലതുകാല് വെച്ച് തന്നെ കയറാം എന്ന് പറഞ്ഞ് ശിവാനി അകത്തേക്ക് വരികയാണ്. ശിവാനിയെ കണ്ടപ്പോൾ പാർവതി അങ്ങ് അതിശയിച്ചു പോവാട്ടോ. എന്താടി നീ ഇവിടെ? നീ എന്ത് ധൈര്യത്തിലാടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മേ, എനിക്ക് ഇവിടേക്ക് വരാൻ പാടില്ലേ? എന്നെ പ്രണവാണ് വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നെ എനിക്കെന്താ ഇവിടേക്ക് വന്നാൽ ഇത് പറയാൻ നിനക്ക് നാണമില്ലടി എന്ന് പാർവതി ചോദിക്കുമ്പോൾ, എന്തിനാണ് എനിക്ക് നാണിക്കേണ്ട ആവശ്യം? ഞാൻ ഒരു ചെറിയ തെറ്റു ചെയ്തു. അതിന് ഞാൻ ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്ന് ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇനി ഞാൻ പ്രണവിനോടൊപ്പം ജീവിക്കാനാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, നീ ഒരു ചെറിയ തെറ്റോ? നിനക്ക് നാണമില്ലേ ഇത് പറയാനേ എന്ന് ചോദിക്കാട്ടെ. അപ്പോഴത്തേക്കും ഗൗതം വരികയാണ്. അപ്പോൾ ആരോട് ചോദിച്ചിട്ടാടി നീ ഇവിടേക്ക് കയറിയത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ എവിടേക്ക് ഇറങ്ങിപ്പോകുന്നു? എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് പ്രണവാണ്. പ്രണവ് പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും പോവില്ല. എനിക്ക് പ്രണവിനെയാണ് കാണേണ്ടത്. പ്രണവ് എന്ന് പറഞ്ഞ് വിളിച്ച് അലറുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, നീ അവനെ വിളിക്കണ്ട, അവന് നിന്നെ കാണാൻ തന്നെ താല്പര്യമില്ല. മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് പ്രണവിനെ കണ്ട് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രണവ് താഴേക്ക് വരികയാണ്. പ്രണവിന് ഇവളെ കണ്ടതോടുകൂടി, ശിവാനിയെ കണ്ടതോടുകൂടി നല്ല ദേഷ്യം വരികയാണ്. നീ ആരോട് ചോദിച്ചിട്ടാടി ഇവിടേക്ക് കയറി വന്നത്? കുറേ ഭീഷണിപ്പെടുത്തി
നീ ഓഫീസിലേക്ക് വന്നു, അത് കഴിഞ്ഞ് ഫോണിലൂടെ വിളിച്ച് കുറേ പറഞ്ഞു, അതും പോരാഞ്ഞിട്ടാണോ ഇനി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞു ഈ വീട്ടിൽ കയറാൻ? എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ എവിടേക്ക് ഇറങ്ങിപ്പോകുന്നു? എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി അത് പ്രണവ് കെട്ടിയതാണ്. ഞാൻ എവിടേക്കും പോവില്ല. ഞാൻ ഇനി മുതൽ ഇവിടെ തന്നെ നിൽക്കും. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തതിന് എന്നെ ഇത്രയും ദിവസം ശിക്ഷിച്ചില്ലേ? ഞാൻ ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ തന്നെയല്ലേ നിന്നത്? ഇനി ഞാൻ ഈ വീട്ടിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയേണ്ട അധികാരത്തോടു കൂടി അവിടെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രണവ് അടിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് ഗൗതമൊക്കെ തടയുകയാണ്. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ. നീ ചെയ്ത തെറ്റെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. നാണമില്ലടി നിനക്ക് എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ പാർവതി പറയണേ, സാധാരണ എല്ലാ ഭർത്താക്കന്മാരോടും ഭാര്യമാർ ആദ്യമായിട്ട് ഗർഭിണിയാവുന്നു എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടിയാണ് പറയുക. നീ എന്താണ് ചെയ്തത്? ഗർഭിണി അല്ലാഞ്ഞിട്ട് പോലും പച്ചക്കള്ളം പറഞ്ഞിട്ട്, നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴും ഒരു നാണവുമില്ലാതെ നീ ചെയ്തത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ന് പാർവതി ചൂടായി സംസാരിക്കുമ്പോൾ ശിവാനി ചെയ്തത് ഒരു തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാതെ നല്ല അഹങ്കാരത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ബഹളം കേട്ടിട്ട് വസുന്ധര അവിടേക്ക് വരുന്നത്. നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവിടേക്ക് വരുന്നത്. വസുന്ധരയെ കണ്ടതോടുകൂടി ശിവാനി അങ്ങ് സോപ്പിട്ട് സംസാരിക്കുകയാണ്. വസുന്ധര ആൻറ്റി, ഞാൻ ആൻറ്റിയെ കാണാൻ കൂടിയാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ആൻറ്റി. എന്നെ ഇവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി വീണ്ടും പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ്. ആൻറ്റി അതിന് സമ്മതിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിധി പറയണേ, നീ കൂടുതൽ സംസാരിക്കേണ്ട. നിന്നോട് പറഞ്ഞത് പ്രണവിന് നീ ഇവിടെ നിൽക്കുന്നത് താല്പര്യമില്ല. നീ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, നിനക്കിനി എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ലെറ്റർ നിൻ്റെ വീട്ടിലേക്ക് വരും. ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ പ്രണവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോൾ വസുന്ധരയെ വീണ്ടും സോപ്പിട്ടുകൊണ്ട് ശിവാനി സംസാരിക്കുമ്പോൾ, ആൻറ്റി ഒന്ന് പറ, ഈ വീട്ടിലെ റാണി ആൻറ്റിയാണ്. ആൻറ്റി പറഞ്ഞതുപോലെയാണ് ഞാൻ അനുസരിക്കൂ. ആൻറ്റി എന്നോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞാൽ ഞാൻ പോവും. ആൻറ്റി ഇവിടെ നിന്ന് പോവരുത് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് ആൻറ്റിയുടെ വാക്കാണ് എനിക്ക് കേൾക്കേണ്ടത്. ഈ നിധിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ആൻറ്റിയെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരെയൊക്കെ ഈ നിധി എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുകയാണ്. ആൻറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നതും ആൻറ്റിയോടൊപ്പം നിൽക്കുന്നതും ഞാൻ മാത്രമാണ്. അതുകൊണ്ടാണ് നിധി എന്നെ ഈ വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞ് വസുന്ധരയുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് ശരിയാണ്, നിധിയെ തോൽപ്പിക്കണമെങ്കിൽ ഇവൾ ഇവിടെ ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ ഇവൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് വസുന്ധര മനസ്സിൽ ചിന്തിക്കാണ്ടോ. അങ്ങനെ വസുന്ധര പറയണേ, ഞാൻ എന്തായാലും നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയില്ല. കാരണം നീ പ്രണവിൻ്റെ ഭാര്യയാണ്. നീ ഒരു ചെറിയ തെറ്റ് ചെയ്തു, അതിനിപ്പോൾ ക്ഷമിക്കാവുന്ന തെറ്റേ നീ ചെയ്തിട്ടുള്ളൂ. നിധിയെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് നീ അങ്ങനെ ചെയ്തത്. നീയും നിധിയും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. നീ ചെറിയ ഒരു പ്രായമാണ്. അപ്പോൾ നിനക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊന്നും നിനക്ക് മനസ്സിലാവില്ല. തൽക്കാലം നീ ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിന്നോ, നീ ഇനി പോവാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞതോടുകൂടി പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവാണ്. പാർവതിയും ഗൗതമും നിധിയൊക്കെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ പ്രണവ് പറയണേ, ആൻറ്റി ഇതിൽ ഇടപെടണ്ട. ഞാനാണ് ഇവളെ കല്യാണം കഴിച്ചത്. ഇവളുമായിട്ട് ഞാൻ ഇനി ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രണവ്, നീ മിണ്ടാതെ ഇരുന്നോളണം. നീ ചെറിയ പയ്യനാണ്, നിനക്കൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ മതി. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കൂ. ശിവാനി ഇനി മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയണേ, വസുന്ധര മേഡം, എനിക്ക് വസുന്ധര മേഡത്തിനോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ, എനിക്ക് നിന്നോട് ഒന്നും അങ്ങനെ പറയരുത്. വസുന്ധര മേഡം എന്നോടൊപ്പം തനിച്ച് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് നിധി ഒന്ന് ചെറിയ ഭീഷണിയോടുകൂടി സംസാരിച്ചതോടുകൂടി വസുന്ധര നിധിയോടൊപ്പം ചെല്ലാട്ട. അപ്പം തന്നെ കാര്യം മനസ്സിലാവാണ് ഗൗതമിന് ആ വീഡിയോ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണെന്ന്. അങ്ങനെ വസുന്ധരയെ തനിച്ച് നിർത്തി സംസാരിക്കുകയാണ് നിധി. നിങ്ങളെങ്ങാനും ശിവാനി ഇവിടെ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ ഞാൻ പോലീസിന് അയച്ചു കൊടുക്കും. ശിവാനി ഈ വീട്ടിൽ കയറിയാൽ നിങ്ങൾ ജയിലിലേക്കാണ് പോവുക എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്. അത് പിന്നെ എന്ന് പറയുമ്പോൾ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ ഈ വീഡിയോ പോലീസിന് അയച്ചു കൊടുക്കും. അപ്പോൾ വസുന്ധര പറയണേ, ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ഒരു കാര്യത്തിനും ഇനി ഈ വീഡിയോ കാണിച്ച് എന്നെ പേടിപ്പെടുത്തണ്ട എന്ന് ഞാൻ നിന്നോട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. അപ്പോൾ നിധി പറയണ, അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. അത് സോമശേഖരൻ്റെ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞാനിപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ശിവാനി ഈ വീട്ടിൽ കയറിയാൽ നിങ്ങൾ ഉറപ്പായും ജയിലിൽ പോവേണ്ടി വരും. ഞാൻ ഉറപ്പായും ഇത് പോലീസിന് അയച്ചു കൊടുക്കും. നിങ്ങളത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അയച്ചു
കൊടുക്കാം എന്ന് പറഞ്ഞ് നിധി ഫോൺ എടുത്ത് അത് ആ വീഡിയോ സെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ വേണ്ട അത് ചെയ്യണ്ട, ഞാൻ ശിവാനിയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടോളാം എന്ന് മനസ്സോടെ വസുന്ധര അങ്ങ് പറയട്ടോ. അങ്ങനെ നിധി അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി നേരെ ഹാളിലേക്ക് ചെല്ലണം. അപ്പോൾ തൊട്ട് പുറകെ ആയിട്ട് വസുന്ധരയും വരികയാണ്. അപ്പോൾ ശിവാനി പറയണേ, എന്താണ് വസുന്ധര ആൻറ്റി, ഞാനെന്നാ പ്രണവിൻ്റെ റൂമിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് ബാഗും എടുത്ത് പോവാൻ നിൽക്കുമ്പോൾ നിൽക്കവിടെ എന്ന് വസുന്ധര പറയണം. എന്തു പറ്റി ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ അടിച്ചിറക്കും എന്ന് പറഞ്ഞതോടുകൂടി ശിവാനി വീണ്ടും അങ്ങ് ഞെട്ടിപ്പോവാണ്. അതെന്താ ആൻറ്റി ഇപ്പോൾ പെട്ടെന്ന് വാക്ക് മാറിയത്? ആൻറ്റിയല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് നിൽക്കാൻ, പ്രണവിൻ്റെ ഭാര്യയായി നീ ഇവിടെ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് എന്താ വാക്ക് മാറിയത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണേ, നീ കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഇനി എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് വസുന്ധര നാണം കേട്ടിട്ടാണ് പോകുന്നത്. നിധിക്ക് മുന്നിൽ വീണ്ടും വസുന്ധരയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പോൾ പ്രണവ് പറയണേ, ഇപ്പോൾ നീ കേട്ടില്ലേ വസുന്ധരാൻറ്റി പറഞ്ഞത്, എനിക്ക് നിന്നെ കാണണ്ട, മര്യാദയ്ക്ക് നീ പോയിക്കോ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഇവിടെ നിന്നും പോവില്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇവിടെ നിന്നും പോവില്ല, ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറയും. പ്രണവിന് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് പ്രണവ് ശിവാനിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് അങ്ങ് തള്ളിവിടാൻ കേട്ടോ. എന്നിട്ട് അവളുടെ ബാഗൊക്കെ അങ്ങ് വലിച്ചെറിയാണ്. എന്നിട്ട് കഥക് അങ്ങ് അടയ്ക്കുകയാണ്. ഇനി മേലിൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, ഇനി ഈ വീട്ടിൽ നിന്റെ കാലരുത്, എനിക്കിനി നിന്നെ കാണണ്ട, ഇങ്ങനെ അത് ചെയ്തവളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവാനിയെ പുറത്താക്കി പ്രണവ് വാതിലടക്കുന്നത്. ശിവാനിയുടെയും രേണുകയുടെയും ഈ പ്ലാനും ചീറ്റി പോവുകയാണ്. അങ്ങനെ ശിവാനിക്ക് ഒരു നിവൃത്തിയുമില്ലാതെ ബാഗും എടുത്തുകൊണ്ട് തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവേണ്ടി വരികയാണ്.